കൊളാബയിലാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇതാണ് മുംബൈയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന ദി താജ്മഹൽ പാലസ് ഹോട്ടൽ എന്ന 5 സ്റ്റാർ ഹോട്ടൽ. നമ്മുടെ മഹാരാഷ്ട്രയിലെ മുംബൈ കൊളാബ എന്ന പ്രദേശത്ത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 560 മുറികളും 44 സ്യൂട്ട് മുറികളും 35 പാചകക്കാരടക്കം 1500 ജീവനക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, ജസ്റ്റ് ഗൂഗിളിൽ തപ്പിയപ്പോൾ കിട്ടിയ വിവരങ്ങളാണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ എല്ലായ്പ്പോഴും ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വേണ്ടിയിട്ടാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത്. ആ കാണുന്നതാണ് കേട്ടോ ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അവിടെ നിന്നാണ് നമുക്ക് എലിഫൻ്റ് കേവ്സിലൊക്കെയുള്ള ബോട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസ് ചെയ്യാൻ ആൾക്കാരുടെ ബഹളമായിരിക്കും കേട്ടോ. രാവിലെ ആയാലും വൈകിട്ടായാലും ഉച്ചയ്ക്കാണെങ്കിലും എനിവേ എപ്പോഴാണെങ്കിലും ഇവിടെ ആൾക്കാരെ കൊണ്ട് നമുക്ക് നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥയാണ്. മോർണിംഗ് 8 മണി ആയപ്പോഴേക്കും ഇവിടെ ഇത്ര തിരക്ക്. കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ സൂചി കുത്താൻ പോലും നമുക്ക് ഇടം കിട്ടില്ല. അങ്ങനെ ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അടുത്തെത്തി. നമ്മൾ വീഡിയോസിലും ഫിലിംസിലൊക്കെ കാണുന്ന പോലെ ഒരു പ്രാവിൻ്റെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ചെന്നപ്പോഴേക്കും കുറച്ച് പ്രാവുകളെ മാത്രമേ താഴെ ഉണ്ടാവുകയുള്ളൂ, ബാക്കി എല്ലാം മരത്തിൻ്റെ മേളിലാണ്. അന്നേരം ഞാൻ പറയുകയും ചെയ്തു, ഒന്ന് വെടിവെച്ചിട്ടായിരുന്നെങ്കിൽ കുറേ എണ്ണങ്ങൾ പറക്കുന്ന വീഡിയോസെങ്കിലും എടുക്കാമായിരുന്നെന്ന്. അവരത് കേട്ടിട്ടായിരിക്കണം എൻ്റെ മേത്തേക്കൊന്ന് കാഷ്ടിച്ചു തന്നു. സൂക്ഷിച്ചും കണ്ടും ആ വഴി നടക്കണേ, അല്ലെങ്കിൽ പണി കിട്ടും. പോകുന്ന വഴിക്കാണെങ്കിൽ ഇതുപോലത്തെ രസകരമായ കുറച്ച് കാഴ്ചകളും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവൻ ആ യൂണിഫോം വെയർ ചെയ്ത് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ. അങ്ങനെ നടന്ന് ഗേറ്റ് എത്താറായപ്പോഴേക്കും കുറേ സ്ട്രീറ്റ് ഫുഡ് കണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാരത് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, കുറേ ആൾക്കാരത് മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ട്. അവിടെ എത്തിയപ്പോൾ കട്ട് ഫ്രൂട്ട് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം, ഒരു പ്ലേറ്റ് മേടിച്ചാലോ എന്ന്. എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് ടേസ്റ്റ്. അവരുടെ തന്നെ ഒരു മസാല ഉണ്ടല്ലോ, അതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് ആ കട്ട് ഫ്രൂട്ട് തന്നത്. കട്ട് ഫ്രൂട്ട് മാത്രമല്ല, ഇവിടെ സമൂസ, ഇഡ്ഡലി, ചട്നി, പാനിപ്പൂരി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. രാവിലെ തന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുടെ ബഹളം തന്നെയുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ടൈമിംഗ് ആണെങ്കിലും അതിൻ്റെ ചാർജസ് എങ്ങനെയാണെന്ന് ഉള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് AC നോൺ AC ബോട്ടുകളെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്കത് ചൂസ് ചെയ്യാം. ഞാൻ നോൺ AC ആണ് ചൂസ് ചെയ്തത്. നമുക്ക് ഏകദേശം ഒരു 200 സംതിങ് ആണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ ചാർജ് ആക്കിയത്. പിന്നെ മെയിനായിട്ടുള്ള ഇഷ്യൂ, ഇവിടെ ഗൂഗിൾ പേ അവൈലബിൾ അല്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് തന്നെ വേണം. അത് ഇവിടെ മാത്രമല്ല, എലിഫൻ്റ് കേവ്സിലാണെങ്കിലും ഗൂഗിൾ പേ അവർ അക്സെപ്റ്റ് ചെയ്യില്ല, നമ്മുടെ കയ്യിൽ ക്യാഷ് തന്നെ വേണം കേട്ടോ. ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ബോട്ടിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ കുറേ ക്യാമറമാൻ ചേട്ടന്മാർ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കും, ഫോട്ടോസ് എടുത്ത് തന്നെ വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം, ഇല്ലെങ്കിൽ അവരോട് ഓപ്പണായിട്ട് പറയുകയും ചെയ്യാം കേട്ടോ. ഇൻട്രസ്റ്റ് ഇല്ലാന്ന്, നോട്ട് ഇൻട്രസ്റ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ നമ്മൾ ശല്യം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതാണ് ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഏകദേശം 26 മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അതായത് ബ്രിട്ടനിലെ ജോർജ് 5 എന്ന രാജാവും രാജ്ഞി മേരിയും 1911 നടത്തിയ ഇന്ത്യൻ സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ ഇതിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് നോക്കുമ്പോൾ താജിൻ്റെ ഫുൾ വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ വേണ്ടി തന്നെ. ഇതിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ വേറെ ചാർജസ് ഒന്നും അവർ പറയുന്നില്ല കേട്ടോ. ഇങ്ങോട്ടേക്ക് ഫ്രീ എൻട്രി ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലായ്പ്പോഴും നല്ല തിരക്കാണ് കേട്ടോ. അത്തേക്കും നമുക്ക് അതെല്ലാം സിംഗിൾ ഫോട്ടോ എന്തെങ്കിലും എടുക്കണം തോന്നുവാണെങ്കിൽ അത്ര രാവിലെ ഏർലി മോർണിംഗിന് നമുക്ക് ഇവിടെ എത്തണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടേതായ ഒരു ഫോട്ടോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അതിന് മാത്രം തിരക്കായിരിക്കും. അത് സൺഡേ ആയാലും സാറ്റർഡേ ആയാലും വർക്കിംഗ് ഡേയ്സ് ആണെങ്കിലും എനിവേ ഏത് ടൈമിലാണെങ്കിലും ഇവിടെ ഫുൾ ടൈം തിരക്കാണ്. അങ്ങനെ ഗേറ്റ് എത്തി. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ് നമുക്ക് ബോട്ടിലേക്കുള്ള എൻട്രി കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താജിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ദി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഫ്രണ്ടിലും, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ താജിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ മാത്രമാണ് നമുക്കത് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ബോട്ടിലേക്ക് എൻട്രി ചെയ്യുകയാണ്. കിട്ടണ ബോട്ടിൽ ചാടിക്കയറണം, അത്രമാത്രം തിരക്കായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത്. അങ്ങനെ കിട്ടിയ ബോട്ടിൽ ഞാനും ചാടി പിടിച്ച് കയറി. അതിൻ്റെ അകത്ത് തന്നെ നല്ല തിരക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ അകത്ത് കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. മിനറൽ വാട്ടർ ആണെങ്കിലും ചിപ്സ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 1.25 മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ. അതായത് നമുക്ക് ഇരുന്നും കിടന്നും ഉറങ്ങിയൊക്കെ ആയിരിക്കും നമ്മളവിടെ എത്തിപ്പെടുന്നത് തന്നെ. ബോട്ടിങ്ങിൽ സ്റ്റാർട്ടിങ് കയറിയപ്പോൾ ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതൊന്നും കണ്ടില്ല. എല്ലാവരും നല്ല ഉറക്കത്തിലേക്ക് പതിയെ ചാഞ്ഞു തുടങ്ങിയായിരുന്നു കേട്ടോ. കാരണം 1.25 മണിക്കൂറുണ്ട് നമുക്ക് ട്രാവലിങ്. സുഖമായിട്ട് കടൽക്കാറ്റും കൊണ്ട് അവിടെ കിടന്ന് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് തന്നെ ആയാലും ഒന്ന് കണ്ടടച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹം വരും.
കുറച്ച് ദൂരം അവിടെ നിന്ന് കവർ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറേ ബോട്ടുകളും ഷിപ്പുകളൊക്കെ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നേ. അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് എൻ്റർ ചെയ്യാൻ കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസ് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. ഒപ്പം നമുക്ക് ബോട്ടിൽ കുറച്ച് നേരം ട്രാവൽ ചെയ്യാമല്ലോ, അതും കൂടി വിചാരിച്ച്. പക്ഷേ ഫോട്ടോസ് മാത്രമല്ല, നമ്മൾ വീഡിയോസും കാണേണ്ടതായിരുന്നു. വേറൊന്നുമല്ല, നമുക്ക് എലിഫൻ്റ് കേവ്സിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കണം. കുറച്ച് അധികം നടക്കണം. പക്ഷേ പേടിക്കേണ്ട, നമുക്കിവിടെ ഒരു ട്രെയിൻ സൗകര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അതിനെന്തോ ചെറിയ ടിക്കറ്റ് ഫീ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാനൊരു മടിച്ച് ആയതുകൊണ്ട് ഞാനിവിടുന്ന് ട്രെയിനാണ് പോയത് അങ്ങോട്ടേക്ക്. ട്രെയിനിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇവിടെ നമുക്ക് കുറേ ഷോപ്പുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് കൂൾ ഡ്രിങ്ക്സിനാണെങ്കിലും ഫുഡിനാണെങ്കിലും ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രെയിൻ അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏകദേശം 5-6 ബോഗികളാണ് അതിനകത്തുള്ളൂ. ആ 5-6 ബോഗികളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ചാടി പിടിച്ച് ട്രെയിനിൻ്റെ അകത്ത് കയറി. അത്രയ്ക്കും നല്ല തിരക്കാണ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. നമ്മളെ തള്ളി മാറ്റിയിട്ടാണെങ്കിൽ ആൾക്കാർ കയറും. എന്താ പറയുക, കയ്യൊക്കെയുള്ള ഒരു കാര്യക്കാരെന്ന രീതിയിലാണ് ഇതിൻ്റെ അവസ്ഥ. അങ്ങനെ ഫൈനലി അവിടെ എത്തിപ്പെട്ടപ്പോഴാണ് വേറൊരു കാര്യം അറിഞ്ഞത്. ട്രെയിൻ ഇവിടം വരെ ഉള്ളൂ. ഇനി അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളല്ല, കുത്തനെ കയറ്റങ്ങളാണ്. ഇനി അത് കയറി ഇറങ്ങിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ആ ഒരു സങ്കടത്തിൽ മുന്നോട്ട് നടന്നപ്പോഴാണ് നമ്മൾ 2 സൈഡിലായിട്ട് ഷോപ്പിങ്ങിന് പറ്റിയ ഐറ്റംസൊക്കെ കാണുന്നത്. അതായത് തൊപ്പി, സൺഗ്ലാസസ്, പിന്നെ പിള്ളേർക്ക് പറ്റിയ ഐറ്റംസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെയൊക്കെ വില ചോദിച്ച് അതൊക്കെ ഒന്ന് കൈയിട്ട് വാരി നോക്കി. അങ്ങനെ നടക്കുമ്പോൾ നമ്മളിപ്പോൾ മുന്നോട്ട് നടക്കുന്നതിൻ്റെ ആ ഒരു വിഷമവും സങ്കടമൊന്നും നമ്മൾ അറിയത്ത് പോലുമില്ല. ഒന്ന് വാങ്ങിക്കുന്നില്ലെങ്കിൽ തന്നെയും ഇതിൻ്റെ വിലകൾ അറിയാനും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. കുറേ നേരം അതിൻ്റെ വില എന്താ ഇതിൻ്റെ വില എന്താന്നൊക്കെ ചോദിച്ചെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ ഫേസൊക്കെ മാറിയപ്പോഴേക്കും ഞാൻ പതുക്കെ അവിടുന്ന് സ്കൂട്ടായി. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഫീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അതായത് പെർ ഹെഡിന് 10 റുപ്പീസ് എന്ന രീതിയിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പടികൾ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. ആ ബ്ലൂ ചെയറില്ലേ, നമുക്കിപ്പോൾ കയറ്റം കയറാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ നമ്മൾ ആ ചെയറിൽ ഇരുത്തിക്കൊണ്ട് നമ്മളെ മേളിലേക്ക് മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അതിന് അവർക്ക് ഫീസ് കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അതായത് പെർ പേഴ്സണ് വരുന്നത് 2000 രൂപയാണേ. നമ്മുടെ മെയിൻ എൻട്രൻസിലേക്ക് എത്തി കേട്ടോ. അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് ഞാൻ അധികം നേരം അവിടെ നിന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി. നമ്മൾ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ കാണുന്ന സ്ഥലത്തു നിന്നാട്ടോ വന്നത്. അതായത് നമ്മൾ അവിടെ നിന്ന് ഇത്ര ഹൈറ്റിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ അകത്തേക്ക് എൻട്രി ചെയ്യാൻ നേരത്തും നമ്മുടെ കയ്യിൽ നിന്ന് ഫീസ് കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ടേ. ഇതാണ് കേട്ടോ എലിഫൻ്റ് കേവ്സിൻ്റെ പ്ലാൻ. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. അതായത് എലിഫൻ്റ് കേവ്സിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത് ഇതാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അകത്താണെങ്കിലും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അതുപോലെ ആൾക്കാർ അവിടെ വരുന്നുണ്ടേ. പിന്നെ അതുപോലെ തന്നെ ഫോറിനേഴ്സിനാണെങ്കിലും ഗൈഡ് ചെയ്ത് കൊടുക്കാനും, നമുക്കും ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമുക്കും അവർ ഗൈഡ് ചെയ്ത് തരും കേട്ടോ. അവർ നമ്മുടെ അടുത്ത് ചോദിക്കും. അറബിക്കടലിലുള്ള ഒരു ദ്വീപിലെ ഗുഹാക്ഷേത്രമാണ് കേട്ടോ എലിഫൻ്റ് കേവ്സ്. അഗ്രഹാരപുരി എന്നായിരുന്നു ഇതിൻ്റെ ശരിക്കുള്ള പേര്. പിന്നീട് പോർച്ചുഗീസുകാരാണ് ഇതിന് എലിഫൻ്റ് കേവ്സ് എന്ന പേര് നൽകിയത്. എലിഫൻ്റ് കേവ്സിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 60,000 സ്ക്വയർ ഫീറ്റ് ആണ്. ഇതാണ് നമ്മുടെ എലിഫൻ്റ് കേവ്സിൻ്റെ മെയിൻ ഹാള്.
നമ്മുടെ എലിഫൻ്റ് കേവ്സിൻ്റെ സൈഡിലൂടെ ഉള്ളൊരു വഴിയും ഒപ്പം തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രം കൂടെ ഉൾപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്കിവിടെ ഫോട്ടോസിനുള്ള പെർമിഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. വീഡിയോസ് റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻ അവർ തന്നിട്ടില്ല. വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി അതിന് സമ്മതിക്കില്ല കേട്ടോ. എന്നിരുന്നാലും ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ചൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഫുഡ് ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആട്ടോ. പിന്നെ അതുപോലെ തന്നെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ക്യാരി ചെയ്യുമ്പോൾ ഇതുപോലത്തെ കുറച്ച് ടീംസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും വേണം എല്ലാം ചെയ്യാനായിട്ട്. ഇതാണ് കേട്ടോ രണ്ടാമത്തെ കേവ്. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് നശിക്കപ്പെട്ടു. പിന്നീട് പുനഃസ്ഥാപിച്ചെടുത്തതാണ് കേട്ടോ ഇവ. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോഴാണ് കേട്ടോ വേറെ ചില ആളുകൾ അവിടെ കയ്യേറ്റം ചെയ്തതായിട്ട് കാണപ്പെട്ടത്. ഇതാണ് കേട്ടോ മൂന്നാമത്തെ കേവ്. ഇതിൽ 3 അറകളാണുള്ളത്. അതായത് മെയിനായിട്ട് ശ്രീകോവിലും അതിനോട് ചേർന്ന് 2 അറകളായിട്ടാണ് കാണപ്പെടുന്നത്. അറയ്ക്കകത്ത് എന്താണെന്ന് അറിയാനുള്ള ചെറിയൊരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ അകത്തേക്കൊന്ന് എൻ്റർ ചെയ്തേ. പക്ഷെ നല്ല എക്കോ ആയിരുന്നു അതിൻ്റെ അകത്ത്. ഭയങ്കര കൂളിംഗ് ആയിരുന്നു കേട്ടോ. ഈ കേവിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് കേട്ടോ 4ാമത്തെ കേവ്. ഇതിലും കുറച്ച് ഭാഗങ്ങളൊക്കെ നശിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. താഴേക്ക് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഫുഡ് ഐറ്റംസ്, കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് കേട്ടോ 5ാമത്തെ കേവ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാനുള്ള പെർമിഷൻ നമുക്കില്ല കേട്ടോ. ഇത് കംപ്ലീറ്റ് ഗ്രില്ല് വെച്ച് കവർ ചെയ്ത് വെച്ചേക്കാണ്. ഇവിടുത്തെ സെക്യൂരിറ്റിയും ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടോ. ഇതാണ് കേട്ടോ കേവിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയാണ്. എല്ലാം കണ്ടു കഴിഞ്ഞ് റിട്ടേൺ പോകാൻ നിന്നപ്പോഴാണ് സൈഡിലൂടെയുള്ള വഴിയിലൂടെ ആളുകൾ മുകളിലേക്ക് കയറുന്നത് കണ്ടത്. എന്നാൽ പിന്നെ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ക്യൂരിയോസിറ്റിയിൽ ഞാനും കയറി ചെന്നത് ഒരു വനമേഖലയിലേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതായത് ആ താഴേന്ന് അത്ര ഹൈറ്റിലാണ് നമ്മളിപ്പോൾ കുറച്ച് മാത്രമേ നടക്കാനുള്ളൂ എന്ന് വിചാരിച്ച് മുന്നോട്ട് നീങ്ങി ഞാൻ പിന്നെ കണ്ടത് മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളെയാണ് കേട്ടോ. അന്നേരം എനിക്ക് മനസ്സിലായി നമുക്ക് കുറച്ചല്ല ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ടെന്ന്. എല്ലാവരും ധൃതിയിൽ കയറി വന്നതും കണ്ടതും ഈ ഒരു ഹൈറ്റാണ്. ഇതിന് ഏകദേശം 500 മീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത്. ശരിക്കും ഈ ഒരു ഐറ്റം ഇവിടെ ഒരെണ്ണം അല്ല കേട്ടോ, ഇവിടെ 2 എണ്ണം അവൈലബിൾ ആണ്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് താഴേക്കൊരു സ്റ്റെപ്പ് കണ്ടത്. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് കണ്ടിട്ട് എത്ര ആലോചിച്ചിട്ട് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടിയില്ല കേട്ടോ. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും താഴേക്ക് കുറേ സ്റ്റെപ്പുകൾ അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയത്. അങ്ങോട്ടേക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നീട് കണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇരുട്ടിലും സൈഡിലൂടെ ഒരു വെട്ട അകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും മുന്നോട്ട് നടന്നു.
വ്യൂവും കണ്ടിട്ട് തിരിച്ച് നമ്മൾ റിട്ടേൺ നടന്നേ. പോകുന്ന വഴിയിലും വേറെ കുറേ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ എലിഫൻ്റ് കേവ്സിൽ നിന്ന് ഇറങ്ങിയിട്ടോ. തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ട്രെയിനിന് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്തില്ല, അങ്ങനെ അങ്ങ് നടന്നു. പിന്നെ ഇവിടുന്ന് ലാസ്റ്റ് ബോട്ടിംഗ് ടൈമിംഗ് എന്ന് പറയുന്നത് 6 മണിയാണ് കേട്ടോ. 6 മണിക്ക് ശേഷം പിന്നെ ബോട്ട് കാര്യങ്ങളൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ബോട്ടിൽ തിരിച്ച് കയറി കേട്ടോ. റിട്ടേൺ വരുന്നതിന് വേറെ അഡീഷണൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആദ്യം എടുത്ത ആ ബോട്ടിംഗ് ടിക്കറ്റ് ഇല്ലേ, അത് മാത്രം ജസ്റ്റ് അവരൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. ബോട്ടിങ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ ആ സൺസെറ്റിലുള്ള ഈ ഒരു വ്യൂ കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.